ശനിയാഴ്ച ആകുമ്പോഴേ കാത്തുക്കുട്ടി പറയും, അമ്മേ നമുക്ക് നാളെ പള്ളി പോണം അമ്മേന്ന് പറയുവേ. അങ്ങനെ അതിരാവിലെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ നേരത്തെ എണീറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായേ. KSRTC ബസ്സിലാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയത്. ഇത് ഒടുവിളിത്തട്ട് എത്തിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. എന്ത് രസമാണല്ലേ കാണാൻ. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഇത് ഭയങ്കര കൗതുകമായിരിക്കേ. നമ്മൾ പിന്നെ എപ്പോഴും കാണുന്നതുകൊണ്ട് വലിയ ഭംഗിയൊന്നും നമുക്ക് തോന്നുന്നില്ല. വണ്ടിയിൽ എവിടുന്നോ വന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ത് രസമാണോ കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ തുടർന്ന് പള്ളിയിലെത്തിയപ്പോഴത്തേനും 7:30 കുർബാന ഉണ്ടായിരുന്നത്. ഞങ്ങൾ 7:20 ആയപ്പോഴത്തേനും പള്ളിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിയിൽ ബുക്കൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, വായിക്കാനുള്ള ബുക്കുകളൊക്കെ, വിശുദ്ധന്മാരുടെയൊക്കെ ജീവചരിത്രമൊക്കെ എഴുതിയ ബുക്കുകളൊക്കെ. അവിടെ എത്തിയപ്പോഴത്തേനും കാത്തുകുട്ടി എൻ്റെ തോളയിൽ കയറിയിരുന്നേ അവൾക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ബുക്കുകളൊക്കെ കുറച്ച് കണ്ട് മേടിക്കാനൊന്നും പോയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി. കുർബാനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേർച്ചയിടാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് പോയി. കാത്തുകുട്ടിക്ക് പിന്നെ നേർച്ചയിടാനൊക്കെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് ഞങ്ങൾക്ക് പിന്നെ സൂര്യ സിൽക്സിൽ പോകാനുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കടയിലേക്ക് ചെന്നു. അവിടെ ചെന്നപാടെ കാണുമ്പോഴൊക്കെ എന്ത് ഭംഗിയാണല്ലേ. കാത്തുകുട്ടിയാണെങ്കിൽ എല്ലാം പോയി തൊടുന്നുണ്ടായിരുന്നു. അവൾക്കെല്ലാം വേണം എന്നുള്ള രീതിയിൽ നേരെ അവൾ കുഞ്ഞുടുപ്പിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ അവളെടുത്ത് അമ്മയെ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു പോന്നു. അത്രയേ ഉള്ളൂ.